Hi, welcome all. In this video, we are going to discussing teacher to students conversation. അതായത് ഒരു ടീച്ചർക്ക് തൻ്റെ ക്ലാസ് റൂമിൽ സ്റ്റുഡൻസിനോട് സംസാരിക്കാൻ കഴിയുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സെൻറ്റൻസ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എവ്രി വൺ. സെക്കൻഡ് വൺ, പ്ലീസ് സിറ്റ് ഡൗൺ. ഇറ്റ്സ് മീനിങ് ദയവായി ഇരിക്കൂ. ദെൻ തേർഡ് പോയിന്റ്, ചിൽഡ്രൻ സെറ്റിൽ ഡൗൺ ഫാസ്റ്റ്. കുട്ടികളെ വേഗമാകട്ടെ. ഇഫ് എനി സ്റ്റുഡൻസ് ആസ്ക് മേ ഐ കമിൻ, ഇപ്പോൾ ആരെങ്കിലും ഞാൻ അകത്തേക്ക് കയറട്ടെ എന്ന് ചോദിച്ചാൽ യെസ് കമിൻ, അതെ അകത്തേക്ക് വരൂ. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, വൈ ആർ യു ലേറ്റ്. എന്തുകൊണ്ടാണ് നിങ്ങൾ വൈകുന്നത്. ദെൻ സിക്സ്ത് പോയിന്റ്, യു മേ ഗോ ടു യുവർ പ്ലേസ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകാം. ദെൻ സെവൻത് പോയിന്റ്, ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് ക്ലാസ്. ഇറ്റ്സ് മീനിങ് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ദെൻ എയ്ത്ത് പോയിന്റ്, ഡു യു റിമെമ്പർ ദിസ്. ഇത് നിനക്ക് ഓർമ്മയുണ്ടോ. നയൻത് പോയിന്റ്, ക്യാൻ എനിവൺ ടെൽ മീ. ആരെങ്കിലും എന്നോട് പറയാമോ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് എന്താണ് ക്യാൻ എനിവൺ ടെൽ മീ, ആർക്കെങ്കിലും എന്നോട് ഉത്തരം പറയാമോ എന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ ടെൻത്ത് പോയിന്റ്, ഡസ് എനിവൺ നോ ദിസ്. ഇത് ആർക്കെങ്കിലും അറിയുമോ. ദെൻ 11th ക്വസ്റ്റ്യൻ, ക്യാൻ എനിബഡി ടെൽ മീ ദി ആൻസർ. അതായത് ആർക്കെങ്കിലും എന്നോട് അതിൻ്റെ ഉത്തരം പറയാമോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും അതിൻ്റെ ഉത്തരം പറഞ്ഞു തരാൻ കഴിയുമോ എന്നുള്ള ആ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ. ദെൻ 12th ക്വസ്റ്റ്യൻ, ഡോണ്ട് സ്പീക്ക് ഓൾ അറ്റ് വൺസ്. അതായത് ഒറ്റയടിക്ക് സംസാരിക്കരുത്, എല്ലാവരും കൂടെ ഒരുമിച്ച് സംസാരിക്കരുത് എന്നുള്ള അർത്ഥം. ദെൻ 13th പോയിന്റ്, സ്പീക്ക് വൺ അറ്റ് എ ടൈം. അതായത് ഒരു സമയം ഒരാൾ സംസാരിക്കുക. ഒന്നിക്ക് നമുക്ക് 12th പോയിന്റ് വരാം, അല്ലെങ്കിൽ 13th പോയിന്റ് വരാം. ഒന്നുകിൽ നമുക്ക് ഒറ്റയടിക്ക് സംസാരിക്കരുതെന്ന് വരാം, അല്ലെങ്കിൽ അതിന് പകരം ഒരു സമയം ഒരാൾ സംസാരിക്കാന്ന് വരാം. അതായത് സ്പീക്ക് വൺ അറ്റ് എ ടൈം. ദെൻ 14th ക്വസ്റ്റ്യൻ, പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ് ഇഫ് യു നോ ദി ആൻസർ. നിങ്ങൾക്ക് ഉത്തരം അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈകൾ ഉയർത്തുക. ദെൻ 15th ക്വസ്റ്റ്യൻ, പ്ലീസ് ടേക്ക് ഔട്ട് യുവർ ബുക്സ് ആൻഡ് ടേൺ പേജ് നമ്പർ 30. അതായത് നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ എടുത്ത് പേജ് നമ്പർ 30 എടുക്കുക. ദെൻ 16th പോയിന്റ്, ഡിഡ് യു ഡു യുവർ ആക്ടിവിറ്റീസ്. അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്തോ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്തോ ആണെങ്കിൽ ഡിഡ് യു ഡു യുവർ ഹോംവർക്ക്, നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്തോ. ദെൻ 17th ക്വസ്റ്റ്യൻ, ഷോ മീ യുവർ നോട്ട്ബുക്ക്. നിങ്ങളുടെ നോട്ട്ബുക്ക് കാണിക്കൂ. അല്ലെ നോട്ട്ബുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോദിക്കാം ഷോ മീ യുവർ നോട്ട്ബുക്ക് എന്ന്. ദെൻ 18th ക്വസ്റ്റ്യൻ, ഡോണ്ട് ബി ടു ലൗഡ്. അധികം ഒച്ച ഉണ്ടാക്കരുത്. അതായത് ക്ലാസ് റൂമിൽ നല്ല ശബ്ദം വരുമ്പോൾ നമുക്ക് പറയാം ഡോണ്ട് ബി ടു ലൗഡ്, അധികം ശബ്ദം ഉണ്ടാക്കരുത്. ദെൻ 19th ക്വസ്റ്റ്യൻ, കീപ് യുവർ വോയിസ് ഡൗൺ. അതായത് നിങ്ങളുടെ ശബ്ദം താഴ്ത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം കുറയ്ക്കുക. നല്ല സൗണ്ടുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെയും പറയാം കീപ് യുവർ വോയിസ് ഡൗൺ. ദെൻ ലാസ്റ്റ് 20th പോയിന്റ്, താങ്ക് യു ചിൽഡ്രൻ, ഹാവ് എ നൈസ് ഡേ. അതായത് നമ്മുടെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എന്താ പറയുക താങ്ക്സ് പറയാം. താങ്ക് യു ചിൽഡ്രൻ, ഹാവ് എ നൈസ് ഡേ. These all about some English sentences that we can use in our classrooms. Within only 3 or 4 minutes, we discussed almost 20 English sentences that we can use in the classroom. അതായത് നമ്മൾ ഈ ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് 20 സെൻറ്റൻസുകൾ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.